പക്ഷെ ബാലചന്ദ്രൻ മേനോൻ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ട് എൻ്റെ തുടക്കകാലത്ത് കേൾക്കാത്ത ശബ്ദം, കല്ലിൻ്റെ വേറെ, അതുപോലെ വേറെ 3 സിനിമകൾ ഇതിലോട്ട് അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തു എന്ന് ഉണ്ണികൃഷ്ണൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കാര്യം ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ആ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ അത് അതിശക്തനായ ഒരു പെർഫോമർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ആരെയാണ് അതിലേക്ക് കൊണ്ട് പോകേണ്ടതെന്ന് ആലോചിച്ചിട്ട് അവസാനം ഉണ്ണികൃഷ്ണനോട് ചോദിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അത് വളരെ നന്നായിട്ട് ബ്രില്യൻ്റായിട്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ 2 ഷോട്ടുകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും ഇതൊരു വലിയ വിജയമായി മാറട്ടെ. ഒന്നാമത് വളരെ പ്രസക്തമാണ് ഈ സിനിമ. ഈ ഒരു അവസരത്തിൽ പൊളിറ്റിക്കൽ ഒരു സിനിമ വന്നിട്ട് കുറേ നാളായി. ഉണ്ണികൃഷ്ണൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. എൻ്റെ കഥയെക്കുറിച്ച് ധാരണയുണ്ട്. പക്ഷെ അതെങ്ങനെ ചിത്രീകരിച്ചു, അതെങ്ങനെ ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിക്കും എന്നെനിക്കറിയില്ല. പക്ഷെ കണ്ടതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ബ്രില്യൻ്റ് ഫിലിമാണ്.